കോടതി പോലീസ് ഹാജരാക്കിയ എവിഡൻസ് അത് ശരിയായ രീതിയിൽ വിശകലനം ചെയ്തില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എന്തോ നടന്നത് ദിവസേനെ ശിവക്ഷേത്രത്തിൽ സ്ത്രീകൾ ഒരു വഴിയിലൂടെ പോകാൻ പറഞ്ഞു. ആ സമയത്ത് ഇയാൾ അവരുടെ ദേഹത്ത് കൈവച്ച് തടവി. എന്റെ ശരീരത്തിലും കൈവയ്ക്കാൻ നോക്കി. അവന്റെ വിരലുകൾ വെട്ടി ഞാൻ. നീ ചെയ്തത് തെറ്റ്. സ്ത്രീകളുടെ മേൽ കൈവച്ചാൽ വെട്ടി അരിയേണ്ടത് വിരലുകളല്ല, തലയാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ നമുക്ക് ഇന്ന് പറയാനുള്ളത് നമ്മുടെ കഴിഞ്ഞ ദിവസം വന്ന കോടതി വിധിയാണ്. നമ്മുടെ കേരളം കാത്തിരുന്ന കോടതി വിധി അത് ഇന്നലെ വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ സിനിമാ നടനായിട്ടുള്ള ദിലീപും അതിജീവിതയുമായിട്ടുള്ള ആ ഒരു കേസിൽ ആ കേസിന്റെ പശ്ചാത്തലത്തിൽ ദിലീപിനെ കുറ്റക്കാരനല്ല, ദിലീപ് അടങ്ങുന്ന 4 പേരെ കുറ്റവിമുക്തനാക്കി കോടതി വെറുതെ വിധിക്കാനുണ്ടായത്. അതിന്റെ പിന്നാലെയാണ് ഡിസംബർ 12-ാം തീയതി ശിക്ഷിക്കപ്പെട്ട മറ്റ് 6 പ്രതികൾക്ക് 1 മുതൽ 6 വരെ പൾസർ ഉൾപ്പെടുന്ന 6 പ്രതികൾക്ക് എന്താണ് ശിക്ഷ എന്ന് അറിയാൻ വേണ്ടി കേരളം കാത്തിരുന്നതാണ്. അപ്പോഴാണ് കേരളത്തെ ഞെരുക്കിക്കൊണ്ട് അതിന്റെ വിധി പുറപ്പെടുവിച്ചത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനും ഭേദം ആ 6 പേരെയും വെറുതെ വിടുന്നതായിരുന്നു എന്നാണ് നമ്മുടെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ അതിജീവിതയെ അപമാനിക്കുന്നതിന് തുല്യമേ. അവർക്ക് ഒരു 5 ലക്ഷം രൂപ ഇത്ര നാളത്തെയും അവിടെ കണ്ണീരിന്, അവിടെ ലൈഫിന്, അവർക്കുണ്ടായ അപമാനത്തിന് വെറും 5 ലക്ഷം രൂപ മാത്രം കൊടുത്തുകൊണ്ട് അപമാനിക്കും. ഒപ്പം ഈ പ്രതികൾക്ക് വെറും 20 വർഷം മാത്രം ഒരു കഠിന തടവ് നൽകിക്കൊണ്ട് ഈ ഒരു വിഷയത്തിൽ നിന്ന് തെന്നി മാറി. ഈ വിഷയം നമുക്ക് ഇനി സംസാരിക്കാൻ അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ ഇനി ഒരു വകയില്ലാത്ത രീതിയിൽ ഒരു വിധി പ്രസ്താവന വന്നപ്പോഴത്തേക്ക് നമ്മുടെ അക്ഷരം പറയുന്നത് നിരുത്സാഹപ്പെടുകയാണ് ഉണ്ടായത്. ഇതിൽ നമ്മൾ പറഞ്ഞിരുന്നു ദിലീപിനെ വെറുതെ വിട്ടപ്പോഴത്തേക്ക് നമ്മൾ ദിലീപിന്റെ കൂടെ നിന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിജീവിതയ്ക്ക് നീതി ലഭിച്ചിട്ടില്ല. കാരണം ഇതിനകത്ത് തീർച്ചയായും ഗൂഢാലോചനയുണ്ട്. പൾസർ സുനിയെ പോലെ ഒരാൾ പെട്ടെന്ന് വന്നിട്ട് ഈ അതിജീവിതയെ പോലെ ഇത്രയും വലിയ റോളിൽ നിൽക്കുന്ന ഒരാളെ ഉപദ്രവിക്കണമെന്ന് പെട്ടെന്ന് ബോധ്യത ഉണ്ടായിരിക്കുന്ന ഒരു സംഭവമായിരിക്കും. തീർച്ചയായും അതിന്റെ പിന്നിൽ ആരുടെയൊക്കെയോ കളികളുണ്ട്. പിന്നെ ഈ തരത്തിൽ ഉപദ്രവിക്കണോ എന്നാണോ കൊട്ടേഷൻ കൊടുത്തിരുന്നത്? അപ്പം ഈ പൾസർ സുനിയുടെ പശ്ചാത്തലം നോക്കുവാണെങ്കിൽ ഈ തരത്തിലുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയാണ്. എന്നിട്ടും ഇതുപോലത്തെ ഈ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇയാളെ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്താക്കിയില്ല എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. മറ്റു പലർക്കും അറിയാം. അതുപോലെ തന്നെ ദിലീപിന്റെ ഭാര്യയായിട്ടുള്ള കാവ്യമാധവന്റെ ഡ്രൈവറായിട്ട് പോലും ഈ പൾസർ സുനി പലതവണ പോയിട്ടുണ്ട്. അതായത് 2 മാസത്തോളം ജോലി എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഈ പോലീസും അല്ലെങ്കിൽ പ്രോസിക്യൂഷനും ഈ കാവ്യയെ ചുറ്റിപ്പറ്റി ഒരു അന്വേഷണം നടന്നില്ല എന്നൊക്കെയുള്ള വലിയൊരു ചോദ്യമൊക്കെ ഈ കേസ് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വിധിയാണ്. ഒരുപാട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാണ് ഈ കേസിന് വിധി വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് കൂട്ടബലാത്സംഗത്തിന് കൊടുക്കുന്ന ഏറ്റവും ചെറിയൊരു ശിക്ഷയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 376D പ്രകാരം 20 വർഷത്തെ കഠിന തടവ്. വളരെ തീവ്രത കുറഞ്ഞ ഒരു ശിക്ഷാവിധിയാണെന്ന് മാത്രം പറയാം. കുറഞ്ഞത് പൾസർ സുനിക്ക് എന്തെങ്കിലും ആജീവനാനന്തം ജീവപര്യന്തം ശിക്ഷിക്കുമെന്നാണ് ഞാൻ പേഴ്സണലി കരുതിയത്. പക്ഷെ ഇത് വളരെ മോശമായി പോയി. പക്ഷെ ഇതിന് ഏറ്റവും വലിയ കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി പൾസർ സുനി എന്ന ഒരു വ്യക്തി 7 വർഷവും 5 മാസവും 29 ദിവസം ഓൾറെഡി ഇപ്പം ജയിലിൽ കടന്നു. ഇനി കൂടി വന്ന അയാൾക്ക് 10ഓ 12ഓ വർഷം കൂടെ കടന്നു വരും. പിന്നെ നല്ല നടപ്പ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൽ നിന്നും കുറവാണ്. അപ്പോഴത്തേക്ക് അതിജീവിതയ്ക്ക് അവളെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഇതുപോലൊരു വിധി. പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്. നമുക്ക് കോടതി വിധി മാനിച്ചേ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതിയിൽ ഒരു വിധി വരുന്നത്. അതിൽ ഇപ്പം ഈ നിലവിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ പോലീസിനും പ്രോസിക്യൂഷനും ഗവൺമെന്റിനും അടക്കം ഈ ഒരു കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. ഈ കേസ് അടിമുടി അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇത് ഹൈക്കോടതിയിൽ എത്തിയാലും വലുതായിട്ട് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ തോന്നലൊന്നുമില്ല. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻ മാർക്ക് നമുക്ക് പോലും ഒരുപാട് ക്വസ്റ്റ്യൻ ഇട്ടിട്ടാണ് ഈ കേസിന് വിധി വന്നിരിക്കുന്നത്. അപ്പം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ റിട്ടയർഡ് ആയിട്ടുള്ള SP ജോർജ് ജോസഫ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത് കേട്ടിട്ട് നമുക്ക് തിരിച്ചു. ദിലീപ് ഈ കേസ് പഠിക്കുന്ന ഒരാൾക്ക് ദിലീപ് നിരപരാധിയാണെന്ന് തോന്നില്ല. കാരണം എവിഡൻസ് അങ്ങനെയാണ് കിടക്കുന്നത്. കോടതി പോലീസ് ഹാജരാക്കിയ എവിഡൻസ് അത് ശരിയായ രീതിയിൽ വിശകലനം ചെയ്തില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ദിലീപിന്റെ അപര്യാപ്തത്തിൽ ആണ് ദിലീപിനെ വിട്ടയച്ചത്. പക്ഷേ ദിലീപിനെ അറസ്റ്റ് ചെയ്തതിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് തെറ്റില്ല എന്നും കോടതി പറയുന്നുണ്ട്. പ്രോസിക്യൂഷൻ അതിനകത്ത് പരാജയപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു കോൺസ്പിറസി പ്രൂവ് ചെയ്യാൻ ഇന്ത്യയിൽ വലിയ പാടാണ്. ഇന്ത്യയുടെ നിയമ സംവിധാനം അനുസരിച്ച് 120B ഗൂഢാലോചന തെളിയിക്കാനായിട്ട് വളരെ അധികം ബുദ്ധിമുട്ടാണ്. ഇതില് നമുക്ക് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ 10-28 പേരാണ് മൊഴി മാറ്റി പറഞ്ഞത്. ഈ 28 പേര് മൊഴി മാറ്റി പറയാനുള്ള സാഹചര്യം എന്താണെന്ന് തെളിയിക്കണമായിരുന്നു. അതിന്റെ പിന്നാലെ പോലീസ് പോകണമായിരുന്നു. കാവ്യക്ക് അന്നത്തെ കാലത്ത് ഫോണില്ലായിരുന്നു. കാവ്യയുടെ അമ്മയുടെ ഫോണിലോട്ടായിരുന്നു വിളിച്ചിരുന്നത്. അന്നത്തെ കാലത്ത് എന്തുകൊണ്ട് കാവ്യക്ക് ഫോണില്ല? കേവലം എത്ര ഒരു സാധാരണ 2017 സാധാരണക്കാരുടെ വീട്ടിലും ഫോണുണ്ട്. ഫോണില്ലാതെ അതൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ്. അന്നേരമാണ് ഇതുപോലെ ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ഒരു വ്യക്തിക്ക് ഫോണില്ല, പകരം കാവ്യയുടെ അമ്മയുടെ ഫോണിലോട്ടാണ് എല്ലാവരും വിളിച്ചിരുന്നത് പറയുന്നത് അതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം 264 GB അടങ്ങുന്ന ഒരു ദിലീപ് തെളിവ് നശിപ്പിക്കാൻ പോയ ഒരു 4 ഫോണിൽ നിന്നുള്ള റെക്കോർഡ്സ് പോലീസ് വീണ്ടും കണ്ടെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദിലീപിന്റെ പേരിൽ വീണ്ടും ഒരു കേസ് വരുന്നുണ്ട്. അതായത് ഇതിന്റെ കേസ് അന്വേഷണമായിട്ട് ആദ്യം നിന്നിരുന്ന SP-യെ വകവരുത്താൻ വേണ്ടി ഇവർ ഗൂഢാലോചന നടത്തി എന്നുള്ള രീതിയിലൊക്കെ ഒരു കാര്യം വരുന്നുണ്ട്. അതിന്റെ വീഡിയോ ഞാൻ പുറകെ ചെയ്യുന്നുണ്ട്. അതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്, അത് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ കുറെ അധികം കാര്യങ്ങൾ 7 സ്ഥലങ്ങളിൽ പൾസർ സുനി ദിലീപും കണ്ട് എന്ന് പറയുന്നു.
ആ കണ്ടു എന്ന് പറയുമ്പോഴത്തേക്ക് ആ കണ്ടു എവിടെ വെച്ച് എങ്ങനെ എപ്പോൾ കണ്ടു എന്നുള്ളതിനൊന്നും മതിയായ തെളിവുകൾ കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് നമ്മുടെ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷെ പ്രോസിക്യൂഷൻ പറഞ്ഞത് ഇവർ തമ്മിൽ സംസാരിക്കുന്ന കണ്ടതെന്ന് പറയുന്ന സാക്ഷികളുണ്ട്. പക്ഷെ ആ സാക്ഷികളൊന്നും മതിയായ തെളിവുകളല്ല എന്ന് ഇവിടെ കോടതി പറഞ്ഞിരുന്നു. പക്ഷെ നമുക്ക് കോടതി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ അതിനുള്ള എന്താണ് ഇവർ സംസാരിച്ചത്, എത്ര നേരം എത്ര ദൈർഘ്യം ഇവർ നിന്നു, എന്താണ് സംസാരിച്ചിരുന്നത്, അതിനൊന്നും യാതൊരു വ്യക്തതയും ഇതിനകത്ത് വന്നിട്ടില്ല. പിന്നെ കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ദിലീപും ഈ പറയുന്ന ഒന്നാം പ്രതിയും പരസ്പരം കണ്ടിരിക്കാം. കാരണം ഇവർ രണ്ടുപേരും സിനിമാ ഫീൽഡിലുള്ളവരാണ്. അപ്പൊ മേ ബി കണ്ടിരിക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ തെളിവ് പോകുന്നത്. അപ്പൊ നമുക്ക് A to Z നമുക്ക് പറയാം, ആദ്യം തൊട്ട് അവസാനം വരെ ഇതിനകത്ത് എന്താണ് മൊത്തം ഒരു അഴിച്ചുപണിയുടെ ആവശ്യമുണ്ട്. ഇനി ഹൈക്കോടതി അപ്പീലിന് പോയാലും ഇത് എങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഈ അതിജീവിതയെ ഇതിനകത്ത് ഒരുപാട് എന്താണ് പ്രതിഭാഗതം വക്കീലുകൾ 10-20 വക്കീൽമാരാണ് ഈ അതിജീവിതയെ ടാർഗറ്റ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് അവരെ മാനസികമായി തളർത്തുകയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്കറിയാം 10 പ്രതികളാണ് ഉള്ളത്. 10 പ്രതികൾക്കും 10 വക്കീലുമാരുണ്ടായത്. ഈ 10 വക്കീലന്മാർക്കും അതിജീവിതയെ ക്വസ്റ്റ്യൻ ചെയ്യാനും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അധികാരമുണ്ട്. ഈ 10 വക്കീലന്മാർക്കും കീഴിൽ വേറൊരു വക്കീലന്മാരും കാണും. അപ്പൊ 10-20 പേര് കാണും. അപ്പൊ ഇവർ തിരിച്ചു മറിച്ചും എല്ലാം ഇവരോട് ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് അതിജീവിതയുടെ ക്വസ്റ്റ്യൻ ചോദിക്കും. ആ ക്വസ്റ്റ്യൻസിന് പിന്നെ നമ്മളെ മാനസികമായി തകർക്കുക എന്നുള്ള ഒരു ഉദ്ദേശം പ്രതിഭാഗം വക്കീലിനുണ്ടാവും. പക്ഷെ അതിന് മുന്നിൽ പിടിച്ചു നിൽക്കുക എന്നൊക്കെ പറയുന്നത് വളരെ വലിയൊരു കാര്യമൊക്കെ തന്നെയാണ്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ 5 ലക്ഷം രൂപ ഈ ഒരു അതിജീവിതയ്ക്ക് പ്രഖ്യാപിച്ച് വളരെ അവരെ വീണ്ടും നിർത്തി അപമാനിക്കുന്നതിന് തുല്യമായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ അതിനകത്ത് ഗൂഢാലോചനയുണ്ട്. ഗൂഢാലോചന ഇല്ല നമ്മൾ പറയുന്നില്ല. ഗൂഢാലോചന തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ദിലീപാണെന്ന് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതിനകത്ത് നമ്മുടെ ബാലചന്ദ്ര, നമ്മുടെ പഴയ സംവിധായകൻ, പുള്ളി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പം അദ്ദേഹം ജീവിച്ചിട്ടില്ല. അന്ന് പുള്ളി ഓടി നടന്ന് കുറെ ബൈറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊരു ബൈറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പൊ അതൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് അടിമുടി ദുരൂഹതയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതൊന്നും കേട്ടിട്ടില്ല. എന്തായാലും ഞാൻ ഈ പറയുന്ന ഡേറ്റ് എന്തെങ്കിലും തെറ്റിയാൽ കൂടെ പുള്ളിയുടെ വീട് പാലുകാച്ചിന്റെ തൊട്ടടുത്ത ദിവസം ആണ് ഞാൻ പുള്ളിയുടെ വീട്ടിൽ പോകുന്നത്. സിനിമയുടെ ചർച്ചകൾക്കായിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ തിരക്കുകളെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി അന്ന് അവിടെ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ദിലീപേട്ടൻ തന്നെ പറഞ്ഞു, അനൂപിനോട് പറഞ്ഞു, അനുപ് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അനിയനാണ്, പുറത്ത് പോയി ഫുഡ് വാങ്ങിച്ചോണ്ടാ, ബാലു ഫ്രീ ആയിട്ട് നിൽക്കില്ല, അപ്പോൾ ബാലുവിനെ കൂടെ കൂട്ടിയിട്ട് പുറത്ത് പോയി ഫുഡ് വാങ്ങിച്ചോണ്ടാന്ന് പറഞ്ഞിട്ട് ഞാനും അനൂപും പിന്നെ വേറെ ഇല്ലായിരുന്നു, ഞാൻ അനൂപും തന്നെയാണ്. പുള്ളിക്കൊരു ചുവന്ന സ്വിഫ്റ്റ് കാർ ഉണ്ടായിരുന്നു. ഈ കാറിൽ ഞങ്ങൾ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി നോർത്ത് പറവൂർ ജംഗ്ഷൻ, അതായത് അനൂപ് താമസിക്കുന്ന അവിടെയാണ്, അനൂപിൻ്റെ വീട് ഇരിക്കുന്ന ജംഗ്ഷൻ, VIP റോഡിൻ്റെ അടുത്തുള്ള ജംഗ്ഷൻ. അപ്പോൾ അവിടെ ഏതോ ഒരു കടയിൽ നിന്ന് ബിരിയാണി വാങ്ങിക്കാൻ ദിലീപേട്ടൻ പറഞ്ഞു. അതെനിക്ക് ഞാനിപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങുന്നപ്പോൾ ദിലീപേട്ടൻ വീണ്ടും പുറകെ വിളിച്ചിട്ട് എടാ വണ്ടിയെടുത്തെന്ന് പറഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരനെ പുള്ളി തോളത്ത് കൈയിട്ട് നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ ചെറുപ്പക്കാരൻ നേരത്തെ അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അതിന് മുമ്പ് ഞാൻ കണ്ടു, കാരണം അവിടെ ബന്ധുക്കളോ എനിക്ക് ആ ചെറുപ്പക്കാരനെ അറിയില്ല. പുള്ളി നേരെ വണ്ടിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞാ, അപ്പോൾ അവനോട് എന്തോ സംസാരിച്ചുകൊണ്ടാണ് ദിലീപേട്ടൻ പറഞ്ഞത്, എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. വണ്ടി ഞങ്ങൾ സ്ലോ ചെയ്തിരുന്നു. പുള്ളിയെ കൊണ്ട് കയറ്റിവിടുന്നതിന് മുമ്പായിട്ട് അനൂപിനോട്, പുള്ളിയുടെ അനിയനോട് പുള്ളി പറഞ്ഞു, എടാ ഇവനെ ഒന്ന് സ്റ്റോപ്പിലേക്ക് വിട്ടേ, സ്റ്റാൻഡിലേക്കല്ല സ്റ്റോപ്പിലേക്ക് വിട്ടേന്ന് പറഞ്ഞു. പുള്ളി നമ്മുടെ വണ്ടിയിൽ കയറി നമ്മുടെ കൂടെ തന്നെ യാത്ര ചെയ്തു. പുള്ളി ശ്രദ്ധിക്കപ്പെടാനൊരു കാരണം ഉണ്ടായി. അനൂപ് ചോദിക്കുന്നുണ്ട്, എടാ നീ കാശും വെച്ചുകൊണ്ട് ബസ്സിലാണോ പോണേ എന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എത്ര കാശൊന്നും എനിക്കറിയില്ല, അത് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ബസ്സിലാണ് പോകണമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു പുള്ളി ചാലക്കുടി ഭാഗത്തേക്ക് എന്തോ പോകാൻ വേണ്ടിയാണ്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവിടെ ആ സ്റ്റോപ്പിൽ വിടാൻ പറഞ്ഞത്. അപ്പോൾ അനൂപ് തന്നെ തമാശ രൂപേണ പറയുന്നുണ്ട്, എടാ നീ കാശും വെച്ചുകൊണ്ട് ബസ്സിലൊന്നും പോരുതേ, വല്ലവനും അടിച്ചോണ്ട് പോകും, പോക്കറ്റ് എടുക്കാരന്മാരുള്ള സമയമാണ്. അപ്പോൾ ദേ ഈ ഇരിക്കുന്ന ബാലുച്ചേട്ടൻ, ചേട്ടൻ്റെ അടുത്ത പടം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന ആളാണ്, പുള്ളിയുടെ സിനിമയെ ഒരു പോക്കറ്റ് എടുക്കാൻ്റെ കഥയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞ ഉടൻ തന്നെ പുള്ളി അനൂപ് തന്നെ തിരിച്ച് അവനോട് പറയുന്നു, ഞാൻ ബസ്സിൽ പോക്കറ്റ് അടിക്കുന്ന സീനൊക്കെ ഞങ്ങൾ ഒരുപാട് എഴുതിയതാണ്, നമ്മുടെ ചിത്രത്തിൽ ഞങ്ങൾ സീനൊക്കെ ഉണ്ട്, അതുകൊണ്ട് ബസ്സിൽ പോക്കറ്റ് അടി എളുപ്പമാണ്. പുള്ളിയോട് ചോദിച്ചാൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ എന്നെ തമ്മിൽ പരിചയപ്പെടുത്തി, ഈ ചെറുപ്പക്കാരനെ എന്നെ തമ്മിൽ പരിചയപ്പെടുത്തി. അപ്പോൾ പുള്ളി എൻ്റെ ചോദിച്ചു, ചേട്ടൻ്റെ പേരെന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പേര് ബാലചന്ദ്രകുമാർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു, നിൻ്റെ പേരെന്താണ്? അതെൻ്റെ പേര് സുനി എന്നാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സുനി എന്ന് പറഞ്ഞ ഉടനെ അനൂപ് തിരുത്തി പറഞ്ഞു തന്നു, ഇവനെ സുനി എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല, അവനെ പൾസർ സുനി എന്ന് പറഞ്ഞാലേ അറിയുന്നു. 2017 സെപ്റ്റംബർ മാസം 12-ാം തീയതി അനൂപ്, അതായത് ദിലീപിൻ്റെ അനിയൻ, എന്നെ വിളിക്കുന്നു, നിങ്ങൾ അത്യാവശ്യമായിട്ട് ചേട്ടനെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം കാവ്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബാലു കാണാൻ പോകണം. എന്നെ കാവ്യയായിട്ട് സംസാരിക്കുന്ന ആളാണ്. കാവ്യ എന്നെ വിളിച്ചിരുന്നു, കാണാൻ പോകണം, കാണാൻ പോകാതിരിക്കരുത് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കൂടുതൽ വിളിച്ച് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അളിയൻ വിളിച്ചു, സുരാജ്, വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ നാളെ വരണം, ചേട്ടനൊന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു കാര്യം എന്താണ് എന്ന് പറഞ്ഞു. കാര്യം പറഞ്ഞില്ല അവർ. അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്, ഈ ആരെയും ജയിലിൽ കാണാൻ അനുവദിക്കുന്നില്ലായിരുന്നു, പോകുന്നവരൊക്കെ പോലീസ് ചോദ്യം ചെയ്യുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ഗണേഷ് കുമാർ MLA എന്തോ കയറി കണ്ടിട്ട് പുറത്തു വന്നൊരു ബൈക്സ് കൊടുത്തു, അതിൻ്റെ പേരിൽ ഭയങ്കര പ്രശ്നമായി, പിന്നെ സന്ദർശക വിലക്കായിരുന്നു ആ സമയത്ത്, പത്രത്തിൽ വാർത്ത വന്നു. അപ്പോൾ ഞാനിത് ഓർമ്മിപ്പിച്ചു. അപ്പോൾ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നിങ്ങൾ വന്നോളൂ, അത് കുഴപ്പമില്ല, അത് കാണാം, ചേട്ടനെ കാണാമെന്ന് പറഞ്ഞു. ഞാൻ പിറ്റേന്ന് രാവിലെ പോയി. അപ്പോൾ എന്നോടൊപ്പം ചെന്നൈയിലെ ഒരു ഡയറക്ടർ മുൻസ്വാമി എന്ന് പറഞ്ഞിട്ട് സുഹൃത്തുക്കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. പുള്ളിയെ പുറത്ത് നിർത്തിയിട്ട് ഞാനൊരു അപേക്ഷ കൊടുത്ത ഉടനെ എന്നെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി. ജയിൽ സൂപ്രണ്ടിൻ്റെ മുറിയാണെന്ന് തോന്നുന്നു, ഞാനത് ബോർഡൊന്നും ഇപ്പോഴും നോക്കുന്നില്ല. എന്തായാലും പുള്ളിക്ക് അവിടെ നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു കിട്ടിയിരുന്നത്. എനിക്ക് കുടിക്കാൻ വെള്ളം കൊണ്ടുവന്ന അത് തന്നെ ഒരു കുറ്റവാളിയാണ് എനിക്ക് കൊണ്ടുവന്നത്. അയാളുടെ പേര് ഞാൻ പരാതിയിൽ പറയുന്നുണ്ട്, അത് പറയുന്നുണ്ട്, അയാളുടെ പേര് കൂടെ പറഞ്ഞു, ഞാനത് പറഞ്ഞിട്ടില്ല. അങ്ങനെ അപ്പോൾ ഞങ്ങൾ തമ്മിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ, പുള്ളിയുടെ വിഷയം ഞാൻ സംസാരിക്കുന്നു, എൻ്റെ വിഷമങ്ങളെക്കുറിച്ചാണ് പുള്ളി പറയുന്നത് കംപ്ലീറ്റ്. പുള്ളി കിടക്കുന്ന ജയിലാണ്, തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തിയിട്ട് നീ പ്രയാസപ്പെടരുത്, വീട്ടിൽ അത് അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കണം, സാമ്പത്തികമായിട്ട് പ്രശ്നമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അനൂപ് പുറത്തുണ്ട്, അനൂപ് കുറച്ച് കാശ് തരും, ആ കാശിൻ്റെ എമൗണ്ടൊക്കെ ഞാൻ പരാതിയിൽ പറയുന്നുണ്ട്, അനൂപ് കുറച്ച് കാശ് തരുന്നത് വാങ്ങിക്കൊള്ളും, ഒരു സ്ഥലത്തേക്ക് പോകണ്ട, 6 മാസത്തിനകത്ത് നമ്മുടെ സിനിമ റിലീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്
എന്നെ സമാധാനപ്പെടുത്തുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ തിരിച്ചിങ്ങനെ നോക്കുകയാണ്. അപ്പം ഇത്രയും വലിയ ഒരാൾ അയാൾ എന്നെ സമാധാനപ്പെടുത്തുന്ന അയാളുടെ വേദനകൾ മറന്ന്. പക്ഷേ അതിൻ്റെ പിന്നിൽ ഏറ്റവും അവസാനത്തൊരു സംഭവം ഉണ്ടായിരുന്നു. പുള്ളി എന്നോട് പറയുന്നുണ്ട്, ഈ പൾസർ സുനിയെ വീട്ടിൽ വെച്ച് കണ്ട കാര്യം ആരും പറയരുത് കേട്ടോ എന്ന് എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു. ഇതിന് വേണ്ടിയാണ് വിളിച്ചു വരുത്തുന്നത്. സ്വാഭാവികമായിട്ടൊരു സാധാരണ മനുഷ്യൻ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത് തൽക്കാലം പറയുന്നത് ജാമ്യത്തിനെ ബാധിക്കും എന്ന് പറഞ്ഞിട്ടാണ് പുറത്തിറങ്ങിയ സമയത്ത് തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷനാണ്, തൊട്ടടുത്ത കമ്പൗണ്ട് പോലീസ് സ്റ്റേഷൻ. പോലീസുകാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ദിലീപേട്ടൻ ആരെങ്കിലും കാണാമെന്ന് പുറത്തിറങ്ങി അവിടെ നിന്ന് വിളിച്ചാലും പറഞ്ഞു കൊടുക്കും. അതിനോട് നേരത്തെ പറഞ്ഞു ഇറങ്ങുമ്പോൾ അങ്ങോട്ട് നോക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഈ അനൂപ് എനിക്ക് ക്ലാസ്സും തന്നിരുന്നു. അങ്ങനെ ഞാൻ പുറത്തേക്ക് പോയി ഈ പറഞ്ഞതുപോലെ എനിക്ക് കുറച്ച് കാശ് അവിടെ തന്നിട്ട് എൻ്റെ ശമ്പളത്തിൽ, എനിക്ക് ശമ്പളം ഇടയ്ക്കിടയ്ക്ക് തരുന്ന ഒരു പതിവുണ്ടായിരുന്നു, അവിടെ നിർമ്മാണമല്ലേ. അപ്പോൾ അതിന് ശമ്പളം തന്നിട്ട് എന്നോട് പറഞ്ഞു വൗച്ചർ പിന്നെ ഓഫീസിൽ കൊടുത്തിരുന്നാൽ മതി എന്ന് പറഞ്ഞു. തിരിച്ചന്നേ ദിവസം സമയം ഞാൻ ഓർമ്മിക്കുന്നില്ല, കാവ്യ എന്നോട് വിളിച്ച് പറഞ്ഞു ഞാൻ ആഹാരം കഴിക്കാതിരുന്നു കേട്ടോ, ബാലു വരില്ല എന്ന് വിചാരിച്ചു. കാരണം ദിലീപേട്ടൻ എന്നോട് പറയണം, മറ്റത് പറയരുത്, തിരുവനന്തപുരത്ത് കിടക്കില്ല, ഞാൻ ഇവിടെ ആരോടെങ്കിലും എന്തെങ്കിലും. ഇവിടെ ഇദ്ദേഹം ഈ ദിലീപുമായിട്ട് പൾസർ സുനിക്കുണ്ടായ ബന്ധം എത്രമാത്രമാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. പ്ലസ് ഇതുപോലെ തന്നെ ഇദ്ദേഹം പറയുന്നുണ്ട് ആ വീട്ടിൽ ചർച്ച ഉണ്ടായിരുന്നു. അതായത് ഈ നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം ആ വീട്ടിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു. അപ്പൊ ചർച്ചയിൽ അത് ന്യൂസ് മിനിറ്റ് എന്നുള്ള ചാനലിൽ കൊടുക്കുന്നുണ്ട്. ഇത് കൊടുത്തേക്കുന്നത് റിപ്പോർട്ടർ ടിവിക്കാണ്. അങ്ങനെ കുറെ അധികം ചാനലുകളിൽ ഇദ്ദേഹം ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ചർച്ചയിൽ ഒരു മേഡത്തിന്റെ കാര്യം പറയുന്നുണ്ട്. അത് ദിലീപിന് നേരിട്ട് ഈ കേസിൽ ബന്ധം ഉണ്ടാകണമെന്നില്ല, ദിലീപ് ചെയ്യിക്കണമെന്നില്ല. പക്ഷെ ദിലീപിന് അറിയാം ഇത് ആരാണ് ചെയ്യിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ചെയ്യിച്ചിരിക്കുന്ന വ്യക്തികളെ ദിലീപിന് അറിയാം എന്നാണ് ഇവിടെ ബാലചന്ദ്രകുമാർ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ തെളിവായിട്ട് എടുക്കേണ്ടതായിരിക്കും. ഇതിന്റെ ആധികാരികമായിട്ടുള്ള മറ്റ് വശങ്ങളിലോട്ട് പോലീസും പ്രോസിക്യൂഷനും അന്വേഷിക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇവിടെ ഒരു അട്ടിമറി സംവിധാനമാണ് നടത്തിയേക്കുന്നുള്ളത് പകല് പോലെ വെളിച്ചമാണ്. അപ്പം ഇരയ്ക്ക് നീതി വീണ്ടും നിഷേധിക്കപ്പെട്ടു എന്ന് വേണം പറയാൻ. അപ്പൊ 20 വർഷം ചില്ലറ ഇതൊന്നുമല്ല നമുക്കറിയാം. 20 വർഷം നല്ല നീണ്ട കാലയളവ് തന്നെയാണ്. പക്ഷെ ഇത് ചെയ്ത പൾസർ സുനിക്ക് 20 വർഷം കൊടുക്കരുതായിരുന്നു. പൾസർ സുനിക്ക് ഇതിന്റെ ഏറ്റവും തീവ്രത കൂടിയ ഒരു ശിക്ഷയായിരുന്നു കൊടുക്കേണ്ടത്. അതായത് ജീവപര്യന്തം, അതായത് മരണം വരെ അദ്ദേഹം ഇവിടെ തന്നെ കിടക്കണം, അയാൾ ഇവിടെ തന്നെ കിടക്കണം, ജയിലിൽ തന്നെ കിടക്കണം എന്നുള്ള ഒരു ഇത്. കാരണം ഇയാൾ ഇനി ഒരു 10-12 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് പുറത്തിറങ്ങും. ഇതിനേക്കാളും ഒരു ടെററായിട്ടായിരിക്കും ഇറങ്ങുന്നത്. ഇനി എന്തുമാകാം എന്നുള്ള രീതിയിലായിരിക്കും. അപ്പൊ ഇവിടെ അഴിച്ചുവിടുന്ന ആക്രമണങ്ങൾ എത്രമാത്രമായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കുന്ന അപ്പുറമാണ്. ഇതിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, നമുക്ക് നമ്മുടെ കോടതി വിധി പ്രഖ്യാപിക്കുമ്പോഴത്തേക്ക് ഇവർക്ക് കൂടുതൽ അളവിൽ കവിഞ്ഞ് വാത്സല്യവും സ്നേഹവും ഒരു തലോടലും എല്ലാം കൊടുത്ത് ഒരു വിധി വന്നതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഇവരുടെ പ്രായം പരിഗണിക്കുന്നു, കുടുംബ പശ്ചാത്തലം പരിഗണിക്കുന്നു. ഇവർ ഇതുപോലെ ഒരു സംഭവം ചെയ്യുമ്പോഴത്തേക്ക്, ഒരു പെൺകുട്ടിയുടെ മാനം അപഹരിക്കുമ്പോഴത്തേക്ക് അവക്കുണ്ടാകുന്ന കുടുംബ പശ്ചാത്തലവും അവക്കുണ്ടാകുന്ന മാനസിക വിഭ്രാന്തിയും അതൊന്നും എന്താണ് കോടതി പരിഗണിക്കാത്തത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് എന്താ പോലെയാണ്. ശരിയാണ്, നമ്മളിവിടെ ഗൂഢാലോചന കുറ്റങ്ങളൊക്കെ തെളിയിക്കാൻ പാടുണ്ടായിരിക്കും. പക്ഷെ ഇത് തെളിയിക്കപ്പെട്ടിരുന്ന കാര്യമാണ്. അതായത് പൾസർ സുനി 1-ാം പ്രതിയാണെന്ന് തെളിയിക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുപോലുള്ള ഒരു കുറ്റവാളിക്ക് കൊടുക്കേണ്ട ഒരു ശിക്ഷ എന്ന് പറയുന്നത് മാക്സിമം ജീവപര്യന്തം മരണം വരെ തടവായിരുന്നു. പക്ഷെ അതിനകത്ത് ഒരു അതിർത്തി ഉണ്ടെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇപ്പോഴും കോടതിക്ക് എതിരൊന്നുമല്ല. അപ്പം നമ്മൾ ദിലീപിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം ഇത്രേ ഉള്ളൂ. കോടതി വിധി അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. മതിയായ തെളിവുകൾ ഇല്ലാതായിപ്പോയി. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം വേണം. ഇതിനെക്കുറിച്ച് ഒരു സീരീസ് പോലെ ഒരു സംഭവം ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. അപ്പം നിങ്ങൾക്ക് അത് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക. അപ്പം ഇപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു ഡയലോഗ് എന്ന് വെച്ചാൽ നമ്മുടെ സിനിമ ഉണ്ടല്ലോ ബാഹുബലി. അപ്പം അതിനകത്ത് ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പെണ്ണിനെ തൊട്ടവന്റെ വെട്ടേണ്ടത് കൈയല്ല തലയാണ്. അപ്പം ആ ഒരു സിസ്റ്റത്തിലോട്ട് എന്നാണ് നമ്മുടെ ഇന്ത്യ വരുന്നത് എന്നറിയത്തില്ല. പക്ഷെ അത് ഉടനടി വരണമെന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബൈ.